ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ദൈവത്തിൻ്റെ വചനവുമായി ദൈവം സ്നേഹിച്ച് കൂട്ടിയിരുത്തിയിരിക്കുന്ന ദൈവമക്കളുടെ മുമ്പാകെ ഒരു പ്രാവശ്യവും കൂടെ എഴുന്നേൽക്കുവാൻ കർത്താവ് എനിക്ക് ആയുസ്സ് തന്നു, ആരോഗ്യം തന്നു. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ വചനവുമായി ഞാൻ എഴുന്നേൽക്കുമ്പോഴെല്ലാം എൻ്റെ മനസ്സിൽ കർത്താവ് വ്യക്തമായ ഒരു ധൈര്യം തരുന്നുണ്ട്. എന്നെ വിളിച്ചിറക്കിയവൻ വിശ്വസ്തനാണ് എന്ന്, എന്നെ വിളിച്ചത് യേശുക്രിസ്തുവാണ് എന്ന്, ഞാൻ പറയുന്നത് എൻ്റെ ദൈവത്തിൻ്റെ വചനമാണ് എന്ന്. അത് ഞാൻ സ്വന്തമായി പറയുന്നതല്ല, എൻ്റെ നാവിൽ കർത്താവ് തരുന്നതാണ് എന്ന്. എന്തെങ്കിലും ഒരു എൻ്റെ ബുദ്ധിയുടെ പ്രമാണത്തിൽ നിന്ന് പറഞ്ഞാൽ എന്നെ കേൾക്കുന്ന പാവപ്പെട്ടവരായ ദൈവജനത്തിന് ഒരു ഉപയോഗവും ഉണ്ടാവുകയില്ല എന്നുള്ള വ്യക്തമായ ധൈര്യത്തോടെയാണ് ഞാൻ നിൽക്കുന്നത്. കർത്താവിൻ്റെ വലങ്കരത്തിൽ പിടിച്ചിട്ടുണ്ട്. അതാണ് എൻ്റെ പ്രത്യാശ. ഞാനൊരു കാലത്ത് കൂട്ടായ്മയ്ക്കെല്ലാം വരുമെങ്കിലും ദൈവവചനം കേൾക്കുമെങ്കിലും അതിൻ്റെ വിലയൊന്നും അറിയാതെ എല്ലാം ഒരു ചടങ്ങ് പോലെ തികച്ചും ഒരു പരീക്ഷാ മനോഭാവത്തോടെ ദൈവവചനം കേട്ടിരുന്നൊരു വ്യക്തിയാണ്. എൻ്റെ ആഗ്രഹം ഭൂമിയിൽ പലരെയും പ്രസാദിപ്പിച്ച് ജീവിക്കുക എന്നുള്ളതായിരുന്നു. എൻ്റെ ആഗ്രഹം ഭൂമിയിൽ എന്തെങ്കിലുമൊക്കെ സമ്പാദിക്കുക എന്നുള്ളതായിരുന്നു. എന്നാൽ എന്നോട് മനസ്സലിവ് തോന്നി, എന്നോട് കരുണ തോന്നി, എന്നെ സ്നേഹിച്ച എൻ്റെ സ്വർഗത്തിലെ വാഴ്ത്തപ്പെട്ട പിതാവ്, എന്നെ കരുതിയ സ്വർഗത്തിലെ സ്നേഹം, ആ സ്നേഹം എന്നെയും തേടി പിടിച്ചു. ആ സ്നേഹച്ചങ്ങലയാൽ എന്നെയും ബന്ധിച്ചു. അളവുകളില്ലാത്ത സ്നേഹത്താൽ, അതിരുകളില്ലാത്ത സ്നേഹത്താൽ എന്നെയും അവൻ ചേർത്ത് ബന്ധിച്ചു. എൻ്റെ ആഗ്രഹങ്ങൾ പലതും മാറ്റിത്തന്നു. എൻ്റെ ചില വിഷൻസ് അവൻ മാറ്റിത്തന്നു.
ഈ ഭൂമിയിൽ ജീവിക്കുന്നതിൽ ഒരു മനുഷ്യന് കിട്ടാവുന്ന ഏറ്റവും വലിയ ഭാഗ്യമെന്നുള്ളത് യേശുക്രിസ്തുവിനോടുകൂടിയുള്ള വാസമാണ് എന്ന് എനിക്ക് കർത്താവ് കൃപയാൽ ഒരു ബോധ്യം തരുന്നു. ഞാൻ പറഞ്ഞുവല്ലോ, ഞാൻ ഒരു പരീക്ഷാ മനോഭാവത്തോടെ ജീവിച്ച വ്യക്തിയാണ് എന്ന്. എൻ്റെ ജീവിതത്തിൽ ഒന്നും തിരുത്തുവാനില്ല, തിരുത്തേണ്ടതെല്ലാം മറ്റുള്ളവരാണ് എന്ന് ചിന്തിച്ച്, ഞാൻ എന്തൊക്കെയോ ആണ് എന്ന് ചിന്തിച്ച് ഞാൻ ദൈവവചനം കേട്ടിരുന്നൊരു വ്യക്തിയാണ്. എന്നാൽ ഇന്ന് കർത്താവ് എൻ്റെ ഹൃദയത്തിൽ ഒരു അനുതാപം തരുന്നു. എൻ്റെ ഹൃദയത്തിൽ ഇനിയും ഞാൻ മാറണം എന്നുള്ള ഒരു ചിന്ത തരുന്നു. ചിന്ത മാത്രമല്ല, എൻ്റെ യേശുക്രിസ്തുവിന് എന്നെ കഴുകുവാൻ സാധിക്കുമെന്നുള്ള ഒരു വിശ്വാസം കർത്താവ് എന്നിൽ നിറച്ചു തരുന്നു. ഞാൻ ചെയ്തു കൂട്ടിയ പാപങ്ങളെല്ലാം എൻ്റെ യേശുക്രിസ്തു കഴുകി തന്നു എന്നുള്ള ഒരു വിശ്വാസം കർത്താവിൻ്റെ ഹൃദയത്തിൽ തരുന്നു. കുറവുകളുണ്ട്, എന്നാലും കർത്താവ് എന്നെ താങ്ങുന്നു. എൻ്റെ ജീവിതത്തിൽ വ്യക്തമായ ഒരു സമർപ്പണം തന്നു. അറിഞ്ഞുകൊണ്ട് ജീവിതത്തിൽ ഒരു തെറ്റ് വരരുത് എന്നുള്ള ഒരു സമർപ്പണം കർത്താവ് കൃപയാൽ തന്നു. എല്ലാം ദാനമാണ്, എല്ലാം കൃപയാണ്. പ്രിയമുള്ളവരെ, നിങ്ങൾ ഇന്ന് ദൈവവചനത്തിനായിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും ഒരുപക്ഷെ വചനം കേട്ട് വളർന്നവരാവാം, അല്ല ആദ്യമായി വചനം കേൾക്കുന്നവരുണ്ടാകും. നിങ്ങൾ പല പല സാഹചര്യങ്ങളിലിരുന്ന് വചനം കേൾക്കുന്നവരായിരിക്കും. എന്നാൽ ഒരേ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ എഴുതിയിട്ടുള്ളൂ: നാം ആരും തികഞ്ഞവരല്ല. നാം പുറമേ പാപങ്ങളൊന്നും ചെയ്യുന്നില്ലെങ്കിലും നാം ആരും ദൈവസന്നിധിയിൽ തികഞ്ഞവരല്ല. നമ്മുടെ ജീവിതത്തിൽ ഇനിയും അനേകം മറഞ്ഞിരിക്കുന്ന കുറവുകളുണ്ട്. ഇത് തിരിച്ചറിയാൻ കഴിയുന്നതാണ് ഏറ്റവും വലിയ സൗഭാഗ്യം. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവവചനത്തിൽ ഇരിക്കുന്നതാണ് ഏറ്റവും വലിയ സൗഭാഗ്യം. അങ്ങനെയുള്ളവരെ ദൈവം തൊടും, അങ്ങനെയുള്ളവരെ യേശുക്രിസ്തു ചേർത്ത് പിടിക്കും. കാരണം അവൻ പാപികളെ സ്നേഹിക്കുന്നവനാണ്. അവൻ പാപികളെ തേടിയാണ് ഈ ലോകത്തിലേക്ക് വന്നത്. അവൻ നീതിമാന്മാരെ തേടിയല്ല, പാപികളാണെന്ന ബോധമുള്ളവരെ തേടി അവരെ രക്ഷിക്കുവാൻ, അവരെ കഴുകുവാൻ ആണ് യേശുക്രിസ്തു വന്നത്. 1 കൊരിന്ത്യർ 4 അധ്യായം അതിൻ്റെ 5 വാക്യം നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. എനിക്ക് യാതൊരു കുറ്റത്തെക്കുറിച്ചും ബോധമില്ലെങ്കിലും അതിനാൽ ഞാൻ നീതിമാൻ എന്ന് വരികയില്ല. എന്നെ വിധിക്കുന്നത് കർത്താവാകുന്നു. ആകയാൽ കർത്താവ് വരുവോളം സമയത്തിന് മുമ്പേ ഒന്നും വിധിക്കരുത്. അവൻ ഇരുട്ടിൽ മറിഞ്ഞിരിക്കുന്നത് വെളിച്ചത്താക്കി ഹൃദയങ്ങളുടെ ആലോചനകളെ വെളിപ്പെടുത്തും. അന്ന് ഓരോരുത്തന് ദൈവത്തിങ്കിൽ നിന്ന് പുകഴ്ചയുണ്ടാകും. പരിശുദ്ധനായ പൗലോസ്ലീഹ വളരെ വ്യക്തമായി എഴുതിയിരിക്കുകയാണ്: എനിക്ക് യാതൊരു കുറ്റത്തെയും കുറിച്ച് ബോധമില്ലെങ്കിലും അതിനാൽ ഞാൻ നീതിമാൻ എന്ന് വരികയില്ല എന്ന്. പ്രിയമുള്ളവരെ, ആരാണത് എഴുതിയത്? പരിശുദ്ധനായ പൗലോസ്ലീഹയാണ് എഴുതിയത്. നാമും ഇന്ന് ചിന്തിക്കണം. നാം ഇന്ന് ദൈവവചന ശുശ്രൂഷയ്ക്കായി ഇരിക്കുകയാണ്. നാം ഇന്ന് ഒരുപക്ഷെ ചിന്തിക്കുന്നുണ്ടാവും, ഞാനൊരു സമർപ്പണമെടുത്ത വ്യക്തിയാണ്, എൻ്റെ ജീവിതത്തിൽ വ്യക്തമായ തീരുമാനങ്ങൾ എടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാനങ്ങനെ പ്രകടമായ പാപങ്ങൾക്കൊന്നും പോകുന്ന ഒരു വ്യക്തിയല്ല. എൻ്റെ ജീവിതത്തിൽ പ്രാർത്ഥനയുണ്ട്, എൻ്റെ ജീവിതത്തിൽ വേദവായനയുണ്ട്, എൻ്റെ ജീവിതത്തിൽ വചന ശുശ്രൂഷയുടെ ഒരു ആഗ്രഹമുണ്ട്. ദൈവവചനം പറയുന്നൊരു വ്യക്തിയാണ് ഞാൻ, സാക്ഷ്യം പറയുന്നൊരു വ്യക്തിയാണ്. ദൈവവചന ശുശ്രൂഷയ്ക്കായി ഞാൻ എന്ത് സഹായവും ചെയ്യുന്നൊരു വ്യക്തിയാണ്. ഈ വിധ ന്യായങ്ങളെല്ലാമായിട്ടാണ് നാം വചന ശുശ്രൂഷയ്ക്കിരിക്കുന്നത്. നമുക്ക് പ്രത്യേകിച്ച് ഒരു പാപത്തെക്കുറിച്ചൊന്നും നാം ഓർക്കുന്നില്ല. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായി നമ്മോട് പറയുകയാണ്: നിങ്ങൾക്ക് യാതൊരു കുറ്റത്തെയും കുറിച്ച് ബോധമില്ലെങ്കിലും നിങ്ങൾ നീതിമാൻ എന്ന് വരികയില്ല. നിങ്ങളെ വിധിക്കുന്നത് ആരാണ്? വ്യക്തമായി പറയുന്നു: ആകയാൽ കർത്താവ് വരുവോളം സമയത്തിന് മുമ്പേ ഒന്നും വിധിക്കരുത്. അവൻ ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്നത് വെളിച്ചത്താക്കി ഹൃദയങ്ങളുടെ ആലോചനകളെ വെളിപ്പെടുത്തും. അന്ന് ഓരോരുത്തന് ദൈവത്തിങ്കിൽ നിന്ന് പുകഴ്ചയുണ്ടാകും. എന്നെ വിധിക്കുന്നത് കർത്താവാകുന്നു. എന്നെ വിധിക്കുന്നത്, ഈ വചനം പറയുന്ന എന്നെ വിധിക്കുന്നത്, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും വിധിക്കുന്നത് ഏതെങ്കിലും മനുഷ്യനല്ല, ദൈവമാണ് നമ്മെ വിധിക്കുന്നത് എന്ന്. ദൈവത്തിൽ നിന്നാണ് പുകഴ്ച വേണ്ടതെന്ന്. ഈ ഭൂമിയിൽ എന്തെല്ലാം സർട്ടിഫിക്കറ്റ് കിട്ടിയാലും, ഈ ഭൂമിയിൽ ആരെല്ലാം നമ്മെ ഉയർത്തി പറഞ്ഞാലും, ഈ ഭൂമിയിൽ ആരൊക്കെ നമ്മെ നീതിമാൻ എന്ന് വിളിച്ചാലും, ഈ ഭൂമിയിൽ ആരൊക്കെ നാം ഒരു വിശുദ്ധനായ ദൈവവേദൽ എന്ന് പറഞ്ഞാലും, ദൈവസന്നിധിയിൽ എന്താണ് നമ്മുടെ അവസ്ഥ? നമ്മുടെ ഹൃദയത്തിൽ മറഞ്ഞിരിക്കുന്ന തെറ്റുകൾ ഉണ്ടോ? നാം ഇനിയും കാണാതെ ഇരുട്ടത്ത് മറഞ്ഞിരിക്കുന്ന തെറ്റുകൾ ഉണ്ടോ? അതെല്ലാം വെളിച്ചത്ത് വരുന്ന ഒരു ദിവസമുണ്ട് എന്ന്, അതെല്ലാം വെളിച്ചത്ത് പ്രഘോഷിക്കപ്പെടുന്ന ഒരു ദിവസമുണ്ട് എന്ന്. എന്നാൽ സ്നേഹവാനായ ക്രിസ്തു
ഇന്ന് നമ്മോട് വ്യക്തമായി ഇടപെടുകയാണ്. മകനെ, നീ ഇന്ന് ആയുസ്സോടെ ജീവിച്ചിരിക്കുന്ന നാളിൽ ഇന്ന് നീ കേട്ടുള്ളൂ, ഇനിയും നീ തിരുത്തേണ്ട ചില കുറവുകൾ നിനക്കുണ്ട്. ഇത് നിനക്ക് നല്ലൊരു ദിവസമാണ്. ഇത് നിനക്ക് നല്ലൊരു അവസരമാണ്. നിന്നോട് വ്യക്തമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്ന നല്ലൊരു അവസരം. എന്താണ് സംസാരിക്കുന്നത്? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വരുന്നിടത്ത് എന്താണ് നടക്കുന്നത്? അവിടെ പാപത്തെക്കുറിച്ചൊരു ബോധ്യം വരുത്തുന്നു, നീതിയെക്കുറിച്ചൊരു ബോധ്യം വരുത്തുന്നു, ന്യായവിധിയെക്കുറിച്ച് പറഞ്ഞു തരുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വരുന്നിടത്ത് പ്രോസ്പെരിറ്റി ഗോസ്പൽ അല്ല നടക്കുക. അവിടെ പൊട്ടിച്ചിരികളും അട്ടഹാസങ്ങളും അല്ല നടക്കുക. അവിടെ അത്ഭുതങ്ങളല്ല നടക്കുക. തീർച്ചയായും അത്ഭുതങ്ങൾ നടക്കും. എന്നാൽ ഏറ്റവും വലിയ അത്ഭുതം എന്താണ് നടക്കുക എന്നറിയോ? ഒരു പാപബോധം ലഭിക്കും. ഞാനൊരു പാപിയാണെന്നുള്ള തിരിച്ചറിവ് ലഭിക്കും. അതാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുന്നത്. യേശുക്രിസ്തുവാണ് ഇന്ന് നമ്മോട് ആക്ഷരികമായ വചനം പറയുന്നതെങ്കിൽ അവിടെ നാം ചിരിച്ചുകൊണ്ടിരിക്കുകയില്ല, അവിടെ നാം അലസരായിരിക്കുകയില്ല, അവിടെ നാം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കുകയില്ല, അവിടെ നാം യൂട്യൂബ് ചാനലുകൾ മാറ്റിക്കൊണ്ടിരിക്കുകയില്ല. അവിടെ നാം കരഞ്ഞുകൊണ്ടിരിക്കും, അവിടെ നാം വേദനയോടെ ഇരിക്കും. എന്താണ് നമ്മുടെ വേദന? എന്താണ്? അയ്യോ കർത്താവേ, ഞാനൊരു പാപിയാണല്ലോ, എങ്കിലും നീ എന്നോട് ഇത്ര സ്നേഹം കാണിച്ചല്ലോ, എങ്കിലും നീ എന്നോട് ഇത്ര കരുതൽ കാണിച്ചല്ലോ, നിന്റെ ഈ സ്നേഹം ഞാൻ അനുഭവിക്കാൻ യോഗ്യനല്ലല്ലോ. കർത്താവേ, എൻ്റെ പാപത്തിൽ നിന്ന് എന്നെ ഒന്ന് വിടുവിക്കണമേ. യെശയ്യാ പ്രവാചകൻ ദൈവത്തിന്റെ സാന്നിധ്യം അറിഞ്ഞപ്പോൾ, ദൈവത്തെ വ്യക്തമായി ആത്മ നേത്രങ്ങൾ കൊണ്ട് കണ്ടപ്പോൾ യെശയ്യാ പ്രവാചകൻ പറയുകയാണ്, അയ്യോ ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള മനുഷ്യനെന്ന്. യെശയ്യാ പ്രവാചകൻ അവിടെ കരയുകയാണ്, അയ്യോ ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള മനുഷ്യൻ, ഞാനൊരു അശുദ്ധനാണല്ലോ എന്ന്. അവിടെ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വന്നു. സാറാഫുകൾ അവിടെ തീക്കട്ടയുമായി വന്നു, അവന്റെ അധരത്തെ തൊട്ടു. പ്രിയമുള്ളവരെ, നാം ഒന്ന് പറയണം, ഇന്ന് ദൈവത്തിന്റെ തീക്കട്ട നമ്മളിൽ വന്ന് വീഴണമെന്നുണ്ടെങ്കിൽ, സ്വർഗത്തിന്റെ തീക്കട്ട നമ്മുടെ മേൽ വന്ന് പതിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ നാം പറയണം, കർത്താവേ ഞാനൊരു അശുദ്ധനാണ് എന്ന്. നമ്മുടെ അവയവങ്ങൾ കാണിച്ചു കൊടുക്കണം. നാം ഏതെല്ലാം അവയവങ്ങൾ കൊണ്ടാണോ പാപങ്ങൾ ചെയ്തത് അത് കാണിച്ചു കൊടുക്കണം. അപ്പോൾ സ്വർഗത്തിൽ നിന്നൊരു തീക്കട്ട ആ അവയവത്തിൽ വന്ന് തൊടും, നമ്മെ ശുദ്ധിമാനാക്കും, നമ്മെ ശുദ്ധിമതിയാക്കും. പ്രിയമുള്ളവരെ, നമ്മുടെ മറഞ്ഞിരിക്കുന്ന തെറ്റുകളെ കാണിച്ചു തരുന്ന ദൈവത്തിന്റെ സ്നേഹം. എന്നാൽ ഈ തെറ്റുകളെ കാണിച്ചു തരുമ്പോൾ എന്താണ് നാം ചെയ്യേണ്ടത്? സദൃശവാക്യങ്ങൾ 28-ാം അധ്യായം 13-ാം വാക്യം നമുക്ക് പരിചയമുള്ള വാക്യമാണ്. തൻ്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല, അവയെ ഏറ്റുപറഞ്ഞുപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. എപ്പോഴും ഭയത്തോടിരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, ഹൃദയത്തെ കഠിനമാക്കുന്നവനോ അനർത്ഥത്തിൽ അകപ്പെടും. തൻ്റെ ലംഘനങ്ങളെ മറയ്ക്കരുത് എന്ന്. ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ വരുമ്പോൾ, നമ്മുടെ പാപങ്ങളെ ചൂണ്ടിക്കാണിച്ചു തരുമ്പോൾ, മകനെ നീ ഇന്ന് അശുദ്ധിയിൽ വലയുകയാണോ? മകനെ നീ ഇന്ന് രഹസ്യമായി നിന്റെ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന ചില പാപങ്ങൾ നമ്മോട് ചൂണ്ടിക്കാണിച്ചു തരുമ്പോൾ, ഇന്ന് നീ യൂട്യൂബിലൂടെ കാണുന്ന ചില കാര്യങ്ങൾ, ഇന്ന് നീ മൊബൈൽ ഫോണിലൂടെ സംസാരിക്കുന്ന ചില കാര്യങ്ങൾ, ഇന്ന് നിന്റെ ഹൃദയത്തിലൂടെ കടന്നു പോകുന്ന ചില മ്ലേച്ഛകരമായ ചിന്തകൾ, ഇന്ന് നീ നിന്റെ ഹൃദയത്തിലൂടെ കടന്നു പോകുന്ന ചില കോപ സ്വഭാവങ്ങൾ പ്രകടമായി വരുന്നതല്ല, നിന്നിൽ മറഞ്ഞിരിക്കുന്നത്, ആരും കാണാതെ നീ ഒളിച്ചു വെച്ചിരിക്കുന്നത് ചില പാപ സ്വഭാവങ്ങൾ നിന്റെ നേരെ വിരൽ ചൂണ്ടുമ്പോൾ നീ അതിനെ മറയ്ക്കാൻ നോക്കരുത്. അങ്ങനെ മറയ്ക്കാൻ നോക്കിയാൽ നിനക്ക് ശുഭം വരികയില്ല എന്ന്. എന്നാൽ ശുഭം വരികയില്ല എന്ന് പറഞ്ഞ് മാത്രം പോവുകയല്ല, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, നിനക്കൊരവസരമുണ്ട്, അതിനെ ഏറ്റുപറയുവാൻ ഒരവസരമുണ്ട്, അതിനെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുവാൻ ഒരവസരമുണ്ട്. അങ്ങനെയെങ്കിൽ നിനക്ക് ദൈവത്തിന്റെ കരുണ ലഭിക്കുമെന്ന്. ദൈവത്തിന് സ്തോത്രം. എന്താണ് ഈ ഏറ്റുപറയുക എന്ന് പറഞ്ഞാൽ? എന്താണ് ഏറ്റുപറയുക എന്ന് പറഞ്ഞാൽ? ഞാൻ വായിച്ചിട്ടുണ്ട്, ഏറ്റുപറയുക എന്ന് പറഞ്ഞാൽ റിപ്പീറ്റ് ചെയ്യുക എന്നാണ്. ഏറ്റുപറയുക, ഒരാൾ പറഞ്ഞ കാര്യം ഏറ്റുപറയുക. അപ്പോൾ ഈ പാപങ്ങളെ ഏറ്റുപറയുക എന്ന് പറഞ്ഞാൽ എന്താണ്? നാം ദൈവദിനത്തിന് ഇരിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് ബോധ്യം തരുന്നു, നീ ഇന്ന പാപം ചെയ്തു. അപ്പോൾ നാം ഏറ്റുപറയുകയാണ്, അതേ കർത്താവേ, ഞാൻ ഇന്ന പാപം ചെയ്തു, ഞാൻ ചെയ്തു കർത്താവേ, ഞാൻ 100% ആ പാപത്തിന് അടിമയാണ് കർത്താവേ. അതാണ് ഏറ്റുപറയൽ. അങ്ങനെ പറയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ദൈവത്തിന്റെ കരുണ വന്ന് നമ്മെ മൂടുമെന്ന്, ദൈവത്തിന്റെ കൃപ വന്ന് നമ്മെ തഴുകുമെന്ന്, ആ പാപം നമുക്ക് കഴുകിത്തരുമെന്ന്. പ്രിയമുള്ളവരെ, അതിന് ശുശ്രൂഷിച്ചിരിക്കുമ്പോൾ നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ടിരിക്കുക. ആരും തന്നെ ലംഘനങ്ങളെ മറയ്ക്കുവാൻ ഒരു കാരണവശാലും ഇടവരരുത്. പാപങ്ങളെ ഏറ്റുപറയുക. ഇന്ന് വേദപുസ്തകത്തിൽ നാം നോക്കുമ്പോൾ പാപങ്ങളെ മറച്ചു വെച്ചതിൻ്റെ
പരിണിത ഫലങ്ങൾ അനുഭവിച്ച അനേകം വ്യക്തികളെ നമുക്ക് കാണാം. ദൈവ സാന്നിധ്യത്തിൽ വന്നപ്പോഴും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായി വാണിങ്ങുകൾ കൊടുത്തപ്പോഴും പാപത്തെ വിടുവാൻ മനസ്സില്ലാതെ, മറച്ചുവെച്ച ചില പാപ സ്വഭാവങ്ങളെ വിടുവാൻ മനസ്സില്ലാതെ പട്ടുപോയ ചില ദൈവ മക്കളെ നമുക്ക് കാണാം. വിളിച്ചിറക്കിയതാണ്, ദൈവം വിളിച്ചിറക്കിയവരാണ്. എന്നാൽ മറഞ്ഞിരിക്കുന്ന പാപങ്ങളെ ഉപേക്ഷിക്കുവാൻ മനസ്സില്ലാതെ വഴിയിൽ പെട്ടുപോയി. ഉൽപ്പത്തി പുസ്തകം 31 അധ്യായം 32 വാക്യം നമുക്ക് അനേകർക്ക് പരിചയമുള്ള ഒരു വേദഭാഗമാണ്. അവിടെ നാം യാക്കോബിനെ കാണുന്നു, യാക്കോബിന്റെ ഭാര്യ റാഹേലിനെ കാണുന്നു. യാക്കോബ് സ്വന്തം ദേശത്തേക്കുള്ള യാത്രയിലാണ്. ആ ലാബാന്റെ ഭവനത്തിൽ നിന്നും യാക്കോബ് യാത്ര ചെയ്യുകയാണ്. ആ സംഭവങ്ങളെല്ലാം ഞാൻ വിവരിച്ച് സമയമെടുക്കുന്നില്ല. എന്നാൽ ഈ വേദഭാഗത്ത് എന്താണ് സംഭവിച്ചത്? ലാബാൻ യാക്കോബിനെ തേടി വരുന്നു. ലാബാൻ തൻ്റെ ഗ്രഹബിംബങ്ങളെ അന്വേഷിച്ചാണ് വരുന്നത്, ദേവന്മാരെ അന്വേഷിച്ചാണ് വരുന്നത്. ആരോ ലാബാന്റെ ദേവന്മാരെ മോഷ്ടിച്ചു, അതന്വേഷിച്ചാണ് വരുന്നത്. എന്നാൽ യാക്കോബിന് നല്ല തൻ്റെ ഇടമുണ്ട്. യാക്കോബ് പറയുകയാണ്, ഞങ്ങൾ ആരും അത് മോഷ്ടിച്ചിട്ടില്ല. യാക്കോബ് വളരെ തൻ്റെ ഇടത്തോടെ തന്നെയാണ് പറയുന്നത്. തൻ്റെ ഇടം വേറെ ഒന്നുമല്ല, യാക്കോബിന് വ്യക്തമായ ഒരു തീരുമാനമുള്ള വ്യക്തിയാണ്, ദൈവത്തെ ഭയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. യാക്കോബ് നല്ല വിശ്വാസത്തോടെ പറയുകയാണ്, അങ്ങനെ ആരും നിന്റെ ഗ്രഹബിംബങ്ങളെ മോഷ്ടിച്ചിട്ടില്ല. യാക്കോബ് എന്താണ് അവിടെ പറയുന്നത്? അതാണ് അവിടെ വായിക്കുന്നത്. 31 അധ്യായം ഉൽപ്പത്തി അതിന്റെ 32 വാക്യം. എന്നാൽ നീ ആരുടെ പക്കലെങ്കിലും നിന്റെ ദേവന്മാരെ കണ്ടാൽ അവൻ ജീവനോട് ഇരിക്കരുത്. എൻ്റെ പക്കൽ നിന്റെ വക വല്ലതും ഉണ്ടോ എന്ന് നീ നമ്മുടെ സഹോദരന്മാർ കാണുകെ നോക്കി എടുക്ക എന്ന് ഉത്തരം പറഞ്ഞു. എന്നാൽ റാഹേൽ അവയെ മോഷ്ടിച്ചത് യാക്കോബ് അറിഞ്ഞില്ല. യാക്കോബ് അറിവില്ലാതെയാണ് പറഞ്ഞത്. ശക്തമായ തീരുമാനമാണ് യാക്കോബ് അവിടെ പറഞ്ഞത്. ആരുടെയെങ്കിലും പക്കൽ നീ അത് കണ്ടാൽ അവർ ജീവനോട് ഇരിക്കരുത്. ഇതെല്ലാം റാഹേലും കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. ഇതെല്ലാം റാഹേൽ മനസ്സിലാക്കിക്കൊണ്ടാണ് നിൽക്കുന്നത്. റാഹേലിനും അറിയാം യാക്കോബ് ഒരു ദൈവഭക്തനായ മനുഷ്യനാണ് എന്ന്. ദൈവമാണ് വിളിച്ചിറക്കിയതെന്ന് റാഹേലിന് വ്യക്തമായി അറിയാം. എന്നാൽ റാഹേലിന് ആ മറച്ചു വെച്ച ഗ്രഹബിംബങ്ങൾ ഉപേക്ഷിക്കുവാൻ മനസ്സില്ലായിരുന്നു. റാഹേലിന് ഫസ്റ്റ് വാണിംഗ് അവിടെ ലഭിച്ചു. റാഹേലിന് ഒരവസരം അവിടെ ലഭിച്ചു. അപ്പോൾ റാഹേൽ പറയാമായിരുന്നു, യാക്കോബിനോടെങ്കിലും പറയാമായിരുന്നു, അയ്യോ ഞാനത് എടുത്തുകൊണ്ട് പോന്നിരുന്നു, എന്നാൽ ഞാനത് ഉപേക്ഷിക്കുവാൻ തയ്യാറാണ്. എൻ്റെ ജീവിതത്തിൽ ചിലത് ഞാൻ മറച്ചു വെച്ചിരുന്നു, എന്നാൽ ഞാനത് ഉപേക്ഷിക്കുവാൻ തയ്യാറാണ്. എന്നാൽ റാഹേൽ അത് പറഞ്ഞില്ല. റാഹേലിന് കിട്ടിയ ഫസ്റ്റ് ചാൻസ് റാഹേൽ തള്ളിക്കളഞ്ഞു. പ്രിയമുള്ളവരെ, ഇന്ന് നാം വചനം കേൾക്കുമ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണോ നിങ്ങൾക്ക് ഈ ചാൻസ് കിട്ടുന്നത്? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോടും നിങ്ങളോടും പറയുകയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ മറഞ്ഞിരിക്കുന്ന ചില തെറ്റുകളുണ്ട്, അത് ഉപേക്ഷിച്ചില്ലെങ്കിൽ നാശമാണ് എന്ന്. എന്നാൽ ഈ ഫസ്റ്റ് ചാൻസ് ആരും തള്ളിക്കളയരുത്. അനേകം ചാൻസുകൾ ലഭിച്ചിട്ടുള്ളവരുണ്ടാകും, എന്നാൽ ഇന്ന് ആദ്യമായി ദൈവവചനം കേൾക്കുന്നവരുണ്ടോ? നിങ്ങൾക്ക് ലഭിച്ച ഫസ്റ്റ് ചാൻസ് ആണിത്. അല്ല, അനേക നാളുകളായി വചനം കേൾക്കുന്നവരുണ്ടോ? നിങ്ങൾക്കും തരുന്ന ഒരവസരമാണിത്. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ട്, നിങ്ങൾ ആരും നശിച്ചു പോകാതിരിക്കുവാനാണ്. ദൈവത്തിന് നമ്മോട് സ്നേഹമായതുകൊണ്ടാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് നമ്മോട് കരുതലായതുകൊണ്ടാണ് ഇങ്ങനെ കിട്ടുന്നത്. എന്നാൽ റാഹേൽ അത് ഉപേക്ഷിച്ചു കളഞ്ഞു. എന്നാൽ വീണ്ടും ലാബാൻ കൂടാരത്തിലൊക്കെയും തിരഞ്ഞു നോക്കി, കണ്ടില്ല താനും. എന്താണ് റാഹേൽ അവിടെ ചെയ്തത്? റാഹേൽ വിഗ്രഹങ്ങളെ എടുത്ത്, അതിന്റെ 34 വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. എന്നാൽ റാഹേൽ വിഗ്രഹങ്ങളെ എടുത്ത് ഒട്ടകക്കോപ്പിനകത്ത് ഇട്ട് അതിന്മേൽ ഇരിക്കുകയായിരുന്നു. ലാബാൻ കൂടാരത്തിലൊക്കെയും തിരഞ്ഞു, കണ്ടില്ല താനും. അവൾ അപ്പനോട്, യജമാനൻ കോപിക്കരുതേ, നിന്റെ മുമ്പാകെ എഴുന്നേൽപ്പാൻ എനിക്ക് കഴിവില്ല, സ്ത്രീകൾക്കുള്ള മുറ എനിക്ക് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. റാഹേലിന് സെക്കൻഡ് ചാൻസ് ലഭിച്ചു. രണ്ടാമതൊരു അവസരം കൂടി ലഭിച്ചു. സ്വന്തം അപ്പനാണ് മുമ്പിൽ വന്നെന്ന് ചോദിച്ചത്. അപ്പോഴെങ്കിലും ഒന്ന് പറയാമായിരുന്നു. അപ്പോഴെങ്കിലും റാഹേലിനും തുറന്നു പറയാമായിരുന്നു, ഞാൻ അറിയാതെ അത് എടുത്തു പോയതാണ്, എന്നോട് ക്ഷമിക്കണം, ഞാനത് നിനക്ക് തിരിച്ചേൽപ്പിക്കുന്നുവെന്ന്. ഇല്ല, റാഹേൽ അത് പറഞ്ഞില്ല എന്ന് മാത്രമല്ല, റാഹേൽ ഒരു നുണയും കൂടെ പറഞ്ഞു. പ്രിയമുള്ളവരെ, റാഹേൽ അറിഞ്ഞുകൊണ്ട് ജീവിതത്തിൽ ഗ്രഹവിഗ്രഹങ്ങളെ ഒളിപ്പിച്ചു വെച്ചു. ഇന്ന് നാം എന്തെല്ലാം വിഗ്രഹങ്ങളെയാണ് നമ്മുടെ ഹൃദയത്തിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? അശുദ്ധി എന്ന വിഗ്രഹം, ദ്രവ്യാഗ്രഹം എന്ന വിഗ്രഹം, കോപം എന്ന വിഗ്രഹം, അസൂയ എന്ന വിഗ്രഹം,
എന്തെല്ലാം വിഗ്രഹങ്ങളാണ് നമ്മുടെ ഹൃദയത്തിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. ഇന്ന് ദൈവത്തിൻ്റെ വചനം നമ്മോട് സ്നേഹത്തോടെ സംസാരിക്കുന്നു. നിങ്ങൾക്കത് ഉപേക്ഷിക്കുവാൻ മനസ്സുണ്ടോ? ശരിയാണ്, നിങ്ങൾ ഇതുവരെ അതൊന്നും ഉപേക്ഷിച്ചില്ല. ശരിയാണ്, നിങ്ങൾ പലതവണ വചനം കേട്ടിട്ടും അതൊന്നും ഉപേക്ഷിച്ചില്ല. എന്നാൽ ഈ നല്ല ദിവസം, ഈ കൃപായുഗത്തിൽ, ഈ കരുണയുടെ ദിവസത്തിൽ നിങ്ങൾക്കത് ഉപേക്ഷിക്കുവാൻ മനസ്സുണ്ടോ? ഇല്ല, റാഹേൽ അത് ഉപേക്ഷിച്ചില്ല. പ്രിയമുള്ളവരെ, എന്താണ് സംഭവിച്ചത്? എന്താണ് റാഹേലിന് സംഭവിച്ചത്? നമുക്ക് വായിക്കാം. 35-ാം അധ്യായം 19-ാം വാക്യത്തിൽ, റാഹേൽ മരിച്ചിട്ട് അവളെ ബേത്ലഹേം എന്ന എഫ്രാത്തിന് പോകുന്ന വഴിയിൽ അടക്കം ചെയ്തു. അവൾ ചെറുപ്രായത്തിൽ വഴിയിൽ വെച്ച് പെട്ടുപോയി. തൻ്റെ പിതാക്കന്മാരെ അടക്കിയ മക്ബേല ഗുഹയിൽ അവൾ അടക്കുവാൻ സാധിച്ചില്ല. അവൾ എങ്ങനെ ജീവിക്കേണ്ടവളായിരുന്നു? അവൾ വാർദ്ധക്യമെത്തി മരിക്കേണ്ടവളായിരുന്നു. എന്നാൽ അവളെ വഴിയിൽ വെച്ച് അടക്കേണ്ടി വന്നു. പ്രിയമുള്ളവരെ, നാം നിസ്സാരമെന്ന് കരുതുന്ന ചില കാര്യങ്ങൾ, നാം കുഴപ്പമില്ല എന്ന് കരുതുന്ന ചില കാര്യങ്ങൾ, ഇന്ന് നാം നിത്യജീവനിലേക്കുള്ള യാത്രയിലാണ്, നാം യേശുവിനെ നോക്കിയുള്ള യാത്രയിലാണ്. എന്നാൽ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ മുറുകെ പറ്റിയിരിക്കുന്ന ചില മറഞ്ഞിരിക്കുന്ന പാപ സ്വഭാവങ്ങൾ ഇല്ലേ പ്രിയമുള്ളവരെ? നമുക്കതൊന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടോ? ദൈവവചനത്തിൽ ഇരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമുക്ക് ബോധ്യം തരുന്ന ചില പാപ സ്വഭാവങ്ങൾ ഇന്നും നാം ലാളിച്ച് ഓമനിച്ച് ജീവിതത്തിൽ കൊണ്ടു നടക്കുന്നില്ലേ? എന്നാൽ ഇതിനെല്ലാം ഒരു ദിവസം വില കൊടുക്കേണ്ടി വരും. ഇതിനെല്ലാം നാം ഒരു ദിവസം കണക്ക് കൊടുക്കേണ്ടി വരും. നമുക്കിനി അവസരങ്ങൾ ലഭിച്ചില്ല എന്ന് നാം പറയരുത്. നമുക്ക് ലഭിച്ച അവസരങ്ങൾ നാം ഇനി ഒരിക്കലും അത് ഉപയോഗപ്പെടുത്താതെ പോകരുത്. ഇതാകുന്നു ആ രക്ഷാ ദിവസം, ഇതാകുന്നു സുപ്രസാദകാലം. നാം ആരും അതിനുപേക്ഷിച്ച് പോകരുത്. നാം ആരും അതിനെ ഗണ്യമാക്കാതെ പോകരുത്. എന്താണ് നാം അതിന് ചെയ്യേണ്ടത്? എന്താണ് നാം അതിനുള്ള ഒരു പോക്ക് വഴി? എന്താണ്? എങ്ങനെയാണ് എനിക്ക് മറിഞ്ഞിരിക്കുന്ന പാപങ്ങളെല്ലാം ഒന്ന് കാണുവാൻ സാധിക്കുക? നാം ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ, യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുമ്പോൾ, വെളിച്ചമാകുന്ന ക്രിസ്തു നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ, നമ്മുടെ ഇരുട്ടാകുന്ന ഹൃദയത്തിൽ, ഇരുട്ട് മൂടിയിരിക്കുന്ന ഹൃദയത്തിൽ വെളിച്ചമാകുന്ന ക്രിസ്തു വരുമ്പോൾ മറഞ്ഞിരിക്കുന്ന പാപ സ്വഭാവങ്ങൾ നമുക്ക് വെളിപ്പെടുത്തി തരുന്നു. നമുക്ക് വായിച്ചു കേൾക്കാം. 1 യോഹന്നാൻ 1-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം മുതൽ നമുക്കൊന്ന് വായിക്കാം. ദൈവം വെളിച്ചമാകുന്നു, അവനിൽ ഇരുട്ട് ഒട്ടുമില്ല എന്നുള്ളത് ഞങ്ങൾ അവനോട് കേട്ട് നിങ്ങളോട് അറിയിക്കുന്ന ദൂതാകുന്നു. വെളിച്ചമാകുന്ന ദൈവം, വെളിച്ചമാകുന്ന ക്രിസ്തു നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്നു. ആ സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? ഇരുട്ടത്ത് മറിഞ്ഞിരിക്കുന്ന പാപങ്ങൾ വെളിച്ചത്ത് വരുന്നു. നാം കാണുന്നു, നമ്മുടെ ഹൃദയത്തിൽ ഇനിയും പാപങ്ങളുണ്ടെന്ന് കാണുന്നു. നമ്മുടെ ജീവിതത്തിൽ ഇനിയും മുറുകെ പറ്റിയിരിക്കുന്ന പാപങ്ങൾ കാണുന്നു. ഈ പാപം നമ്മുടെ മുമ്പിലേക്ക് തെളിഞ്ഞു വരുന്നു. അതിൻ്റെ താഴെ ഈ പാപങ്ങൾ വരുമ്പോൾ, ഈ പാപങ്ങൾ തെളിഞ്ഞു വരുമ്പോൾ അവൻ്റെ താഴെ തന്നെ എഴുതിയിരിക്കുകയാണ്, നിങ്ങൾ ആ പാപങ്ങൾ കണ്ട് നിരാശപ്പെടേണ്ട, നിങ്ങൾ ആരും നിങ്ങളുടെ പാപങ്ങളെ ഓർത്ത് കരയേണ്ട. എന്താണെന്ന് അറിയുമോ? അവൻ്റെ തൊട്ട് താഴെ എഴുതിയിരിക്കുകയാണ്, അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നുവെന്ന്. നിങ്ങൾ പാപികളാണെന്ന് എപ്പോൾ തിരിച്ചറിയുന്നു, യേശു എന്ന വെളിച്ചം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നാം അലമുറയിട്ട് കരയുകയാണ്, കർത്താവേ ഞാൻ പാപിയാണ് എന്ന്. ആ പാപങ്ങളെ നോക്കി നാം നെടുവീർപ്പിടുമ്പോൾ അവിടെ പറയുകയാണ്, നിങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കേണ്ട, നിങ്ങളെ ശുദ്ധീകരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ തിരുരക്തമുണ്ട്. ആ തിരുരക്തം നിങ്ങളുടെ സകല പാപങ്ങളും കഴുകിത്തരുവാൻ മതിയായതാണ് എന്ന്. എന്നാൽ അവിടെ അതിൻ്റെ തൊട്ട് താഴെ ഒന്നുകൂടെ എഴുതിയിരിക്കുകയാണ്, എന്നാൽ നിങ്ങൾ പാപമില്ല എന്ന് പറയുകയാണെങ്കിൽ, വെളിച്ചമാകുന്ന ക്രിസ്തു ജീവിതത്തിലേക്ക് വരുമ്പോഴും യേശുവിനെ സ്വീകരിക്കാൻ മനസ്സില്ലാതെ എനിക്ക് പാപമൊന്നുമില്ല എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ വഞ്ചിക്കുന്നു എന്ന്, വഞ്ചിക്കപ്പെട്ടു പോകരുത് എന്ന് വീണ്ടും താഴെ എഴുതിയിരിക്കുന്നു. അല്ല, നിങ്ങൾ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ, തൻ്റെ ലംഘനങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ എന്താണ് അവിടെ കിട്ടുന്നത്? നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. അവൻ നീതിമാനാണ്, അവൻ വിശ്വസ്തനാണ്. നമ്മുടെ പാപങ്ങളെ അവൻ കഴുകിത്തരും. എന്താണ് നാം ചെയ്യേണ്ടത്? യെസ് ലോർഡ്, ഞാൻ പാപിയാണ്, എനിക്കിനിയും മറഞ്ഞിരിക്കുന്ന അനേകം പാപ സ്വഭാവങ്ങളുണ്ട്, എൻ്റെ പാപങ്ങൾ ഇനി എണ്ണിക്കൂടാതെ വണ്ണം പെരുകിയിരിക്കുന്നു. കർത്താവെ, ഞാൻ പ്രകടമായ പാപങ്ങൾ ചെയ്യുന്നില്ല എങ്കിലും ഞാനൊരു പാപിയാണെന്നുള്ള ബോധം. അവിടെ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ പാപങ്ങൾ അവൻ കഴുകിത്തരുന്നു. അവൻ വിശ്വസ്തനാണ്, അവൻ നീതിമാനാണ്. നാം വിശ്വസ്തരായി നിന്നിട്ടില്ല. നാം പലപ്പോഴും
പാപങ്ങൾ ചെയ്ത് അവനെ വേദനിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ എൻ്റെ യേശു ക്രിസ്തു വിശ്വസ്തനാണ് എന്ന്, അവൻ പാപങ്ങൾ കഴുകിത്തരുമെന്ന്. 2-ാം സങ്കീർത്തനത്തിൽ ഒരു വാക്യമുണ്ട്. എന്താണ്? 2:12 വാക്യം ഇങ്ങനെയാണ്: അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കാതിരിപ്പാൻ പുത്രനെ ചുംബിപ്പിനെന്ന്. നിങ്ങൾ നശിച്ചു പോകാതിരിപ്പാൻ, നിങ്ങൾ പാപത്തിൽ മുങ്ങിപ്പോകാതിരിപ്പാൻ, അവൻ കോപിച്ചിട്ട് നശിച്ചു പോകാതിരിപ്പാൻ നമുക്കൊരു പോക്ക് വഴിയുണ്ട്. ആരാണ്? യേശു ക്രിസ്തുവാണ്. ആ പുത്രന്റെ കാൽപാദം ചുംബിപ്പിനെന്ന്. നിങ്ങളെ രക്ഷിപ്പാൻ അവൻ മതിയായവനാണ്. അവൻ നമ്മെ രക്ഷിക്കും. ആ കാൽപാദത്തിൽ വീണാൽ, ആണിപ്പാടുള്ള കാൽപാദത്തിൽ പോയി കെട്ടിപ്പിടിച്ചാൽ നിങ്ങളുടെ പാപങ്ങൾ അവൻ കഴുകിത്തരും. എൻ്റെ പാപങ്ങൾ അവൻ കഴുകി തന്നതാണ്. ഞാനത് വിശ്വസിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. എൻ്റെ കുറവുകൾ അവൻ മോചിച്ചു തന്നതാണ്. ഞാനത് വിശ്വസിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. പ്രിയമുള്ളവരെ, നിങ്ങളെ സകല പാപവും അവൻ പോക്കിത്തരും. എന്താണ് ചെയ്യേണ്ടത്? പുത്രനെ ചുംബിപ്പിൻ, നസ്രായനായ യേശുവിനെ ചുംബിപ്പിൻ. യേശുവിൻ്റെ കാൽപാദം പോയി കെട്ടിപ്പിടിക്കുവിൻ. അവിടെ നിങ്ങൾക്ക് പാപമോചനമുണ്ട്. അവിടെ നിങ്ങൾക്ക് രോഗസൗഖ്യമുണ്ട്. അവിടെ നിങ്ങൾ അത്ഭുതങ്ങൾ കാണും. അവിടെ നിങ്ങൾ കാണും നിങ്ങളുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതി തരുന്നത്. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 20-ാം വാക്യത്തിൽ ലവോദിക്യ സഭയോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്ന ഒരു കാര്യമുണ്ട്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവിടെ തന്നെ വെളിപ്പെടുത്തുകയാണ്. ഞാൻ ആരാണ് എന്ന് വെളിപ്പെടുത്തുകയാണ്. ഞാൻ വിശ്വസ്തനും സത്യവാനുമായ സാക്ഷിയായി ദൈവ സൃഷ്ടിയുടെ ആരംഭമായ ആമേൻ എന്നുള്ളവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. നീ ചെയ്യുന്ന ചില കാര്യങ്ങൾ ഞാൻ അറിയുന്നുണ്ട്. നീ ചെയ്തു കൂട്ടിയ ചില കാര്യങ്ങൾ അറിയുന്നുണ്ട്. നീ ചെയ്ത തെറ്റുകൾ ഞാൻ അറിയുന്നുണ്ട്. നിന്റെ ഹൃദയത്തിലൂടെ കടന്നുപോയ ചില കാര്യങ്ങൾ ഞാൻ അറിയുന്നുണ്ട്. എന്നാൽ ഞാനിത് അറിയുമ്പോൾ, ഞാനിതെല്ലാം അറിഞ്ഞുകൊണ്ട്, നീ ചെയ്തു കൂട്ടിയ സകല പാപങ്ങളും അറിഞ്ഞുകൊണ്ട് ഞാൻ നിന്റെ വാതിൽക്കൽ വന്ന് മുട്ടുകയാണ് എന്ന് 3-ാം അധ്യായം അതിൻ്റെ 20-ാം വാക്യം. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടി അത്താഴം കഴിക്കും. ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എൻ്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകുമെന്ന്. ഇന്ന് നിങ്ങളുടെ ഹൃദയവാതിൽക്കൽ വന്ന് നിങ്ങളുടെ പ്രവൃത്തികളെ അറിയുന്നവൻ വന്ന് മുട്ടുകയാണ്. അവന് നമ്മോടുകൂടെ അത്താഴം കഴിക്കുവാനാണ് താല്പര്യം. അവന് നമ്മെ ജയിപ്പിക്കുവാനാണ് താല്പര്യം. നാം തോറ്റുപോകുന്ന ചില പാപ സ്വഭാവങ്ങളുടെ മേൽ നമ്മെ ജയിപ്പിക്കുവാനാണ് യേശുക്രിസ്തുവിന് താല്പര്യം. എത്ര പേർക്ക് അവൻ ആ വാതിൽ തുറന്നു കൊടുക്കാൻ മനസ്സുണ്ട്? എത്ര പേർ പറയുന്നുണ്ട്, കർത്താവേ, ഈ അശുദ്ധി നിറഞ്ഞ ഹൃദയത്തിലേക്ക് നീ ഒന്ന് കടന്നു വരണമേ. ഈ അശുദ്ധമായ എൻ്റെ ചിന്തകളിലേക്ക് നീ ഒന്ന് കടന്നു വരണമേ. നിനക്ക് കടന്നു വരുവാൻ ഒരു യോഗ്യതയും ഇല്ല. എന്നാൽ അതിനു മുമ്പ് നിന്റെ തിരക്തം കൊണ്ട് എൻ്റെ ഹൃദയത്തെ ഒന്ന് ശുദ്ധീകരിക്കണമേ. എൻ്റെ ഹൃദയത്തിൻ്റെ അഴുക്കൊന്ന് മാറ്റിത്തരണമേ. എന്നിൽ മറഞ്ഞിരിക്കുന്ന ചില പാപ സ്വഭാവങ്ങൾ ഒന്ന് കഴുകിത്തരണമേ. അങ്ങനെ മനസ്സുള്ളവർക്ക് നമുക്ക് ചേർന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗത്തിലെ വാഴ്ത്തപ്പെട്ട പിതാവേ, ഞങ്ങളിൽ മറഞ്ഞിരിക്കുന്ന പാപങ്ങൾ ഞങ്ങൾ കണ്ടെത്തുന്നു. ഞങ്ങളിൽ അത് ഒന്നൊന്നായി പൊങ്ങി വരുന്നു. എന്നാൽ ഈ സമയം നിന്റെ തിരുരക്തത്തിൽ ഞങ്ങൾ ആശ്രയിക്കുകയാണ്. വേറെ ഒന്നിനും ഞങ്ങളുടെ പാപങ്ങളെ കഴുകുവാൻ സാധിക്കില്ല കർത്താവേ. ഞങ്ങൾ നിന്റെ തിരുരക്തത്തിൽ വിശ്വസിക്കുന്നു കർത്താവേ. വെളിച്ചമാകുന്ന ക്രിസ്തുവിനെ, ഞങ്ങളുടെ പാപങ്ങൾ കഴുകിത്തരുവാൻ ശക്തിയുള്ള വെളിച്ചമാകുന്ന ക്രിസ്തുവിനെ ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് ഞങ്ങൾ സ്വീകരിക്കുന്നു. അശുദ്ധിയോട് ഞങ്ങൾ യാത്ര പറയുന്നു. സാത്താന്യ ശക്തികളോട് ഞങ്ങൾ യാത്ര പറയുന്നു. യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി ഞങ്ങൾ സ്വീകരിക്കുന്നു. ഞങ്ങളിതാ ഞങ്ങളുടെ ഹൃദയവാതിൽ തുറന്നു തരുന്നു. നീ ഞങ്ങളെ ആ വെള്ള ഉടുപ്പൊന്ന് ധരിപ്പിക്കണമേ. ജയിക്കുന്നവന് കൊടുക്കുന്ന ആ വെള്ള ഉടുപ്പ്, ആ വസ്ത്രം നീ ഇന്ന് ഞങ്ങളെ ധരിപ്പിക്കണമേ. നിന്റെ തിരുരക്തത്താൽ ഞങ്ങളെ പൊതിയണമേ. ഞങ്ങളോട് സംസാരിച്ചതിനായി സ്തോത്രം. ഞങ്ങളെ കഴുകുന്നതിനായി സ്തോത്രം. സകലവും യേശുവിൻ നാമത്തിൽ ചോദിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരമരുളണമേ. ആമേൻ.